രാജഗോപുരം. ഇത് നമ്മൾ നേരിൽ ശരിക്കും പറഞ്ഞാൽ കാണണം. പെട്ടെന്നൊരു യാത്ര. നമ്മളിപ്പോൾ തിരുവണ്ണാമല അണ്ണാമലയാനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം പാലക്കാടൻ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരയ്ക്കും കാണി. ഇതാണ് നമ്മുടെ കിളാമ്പക്കം ബസ് സ്റ്റാൻഡ്. ചെന്നൈയിൽ പുതിയതായിട്ട് കെട്ടിയ ബസ് സ്റ്റാൻഡ്. ഫസ്റ്റ് കോയമ്പാടാണ്, ഇപ്പോൾ വന്നിട്ട് കിളാമ്പക്കം ബസ് സ്റ്റാൻഡ് എന്ന് പറയും. നല്ല വലിയ ബസ് സ്റ്റാൻഡാണ് ഇത്ര. ഞാൻ ഉള്ളിൽ പോയി കാണിച്ചു തരാം. ഇതാണ് വന്നിട്ട് കിളാമ്പക്കം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഉൾഭാഗം, ഒരു ഭാഗം കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ബാറ്ററി വണ്ടി അതാ പോകുന്നുണ്ടോ, ബാറ്ററി വണ്ടി പാസഞ്ചറൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിറയെ ഫാസ്റ്റ് ഫുഡ് കടകളും പിന്നെ വന്നിട്ട് സ്നാക്സ് കടകളൊക്കെ നിറയുണ്ട്. റെസ്റ്റ് റൂമുണ്ട്, പിന്നെ ATM നിറയുണ്ട്. ഞാൻ ഇപ്പോൾ കാശ് എടുക്കണം ഫസ്റ്റ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, വലിയ വലിയ ഫാസ്റ്റ് ഫുഡും പിന്നെ നിറയെ കടകൾ, സ്നാക്സ് കടകൾ, ജ്യൂസ് കടകളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഉള്ളിൽ വന്ന് വെച്ചാൽ വലിയൊരു മാള് മാതിരി ഉണ്ടാവും, കണ്ടില്ലേ. നമസ്കാരം, നമ്മുടെ സ്വന്തം പാലക്കാടൻ. ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ തിരുവണ്ണാമലയ്ക്ക് പോവുകയാണ്. പെട്ടെന്ന് തോന്നി പുറപ്പെട്ടു. എപ്പോഴും എങ്ങനെയാണ് പതിവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 190 കിലോമീറ്റർ ഉണ്ട് തിരുവണ്ണാമലയ്ക്ക്. അപ്പോൾ എപ്പോഴും വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും ഫാമിലിയോടൊത്ത് പോവുകയാണെങ്കിലും വന്നിട്ട് ഈ കിളാമ്പക്കം ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ തിരുവണ്ണാമലയ്ക്ക് ബസ്സിൽ പോകാറുള്ളത്. അപ്പോൾ കിളാമ്പക്കം ബസ് സ്റ്റാൻഡിലെത്തി. തിരുവണ്ണാമലയ്ക്ക് പോയിട്ട് ഫസ്റ്റ് ഗിരിവലം, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അയ്യനെ കാണാൻ പറ്റിയ കണ്ടിട്ട് പിന്നെ ഗിരിവലം. എന്താ പ്ലാൻ ഒന്നും അറിയില്ല. ഞാൻ അവിടെ പോയിട്ട് നിറയെ കാര്യങ്ങൾ തിരുവണ്ണാമലനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ തിരുവണ്ണാമലയ്ക്ക് പോവുകയാണെന്ന് വെച്ച് പറഞ്ഞാൽ ആരെങ്കിലും ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും തിരുവണ്ണാമല പോവുകയാണെന്ന് വെച്ചാൽ കിളാമ്പക്കം വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അൾട്രാ ഡീലക്സ് പറഞ്ഞൊരു ബസ്സുണ്ട്, അതിൽ കയറിയാൽ മതി. വേറെ ഏത് ബസ്സിലും കയറണ്ട. വേറെ സാധാ ബസ്സിലൊക്കെ കയറിയാൽ ഒരുപാട് ചുറ്റിക്കും നമ്മളെ. അൾട്രാ ഡീലക്സ് ഒരു 20 ഉറുപ്പ്യ മാത്രമേ അധികമായിട്ടുണ്ടാവുള്ളൂ. 120 130 ഉറുപ്പ്യ ടിക്കറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാം. അല്ലെങ്കിൽ വേറെ ബസ് വരുന്നവരെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. എപ്പോഴും തിരുവണ്ണാമലയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഉമ്മറത്തെ സീറ്റ് പിടിക്കും. അതുമാതിരി അൾട്രാ ഡീലക്സ്. ഈ അൾട്രാ ഡീലക്സിന് വന്ന് കണ്ടക്ടറൊന്നുമില്ല. അപ്പോൾ കയറി ഇരുന്ന് കണ്ടക്ടർ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ചോട്ട് പോയി വെച്ച് പറഞ്ഞാൽ ഇവിടുന്ന് സ്ട്രൈറ്റായിട്ട് തിരുവണ്ണാമല പോയിട്ട് നിർത്തുക. അപ്പോൾ ഇങ്ങനത്തെ ബസ്സിൽ കയറിയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാ ബസ്സിൽ കയറി വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവരെല്ലാവിടെയും പോയി ചുറ്റി കറങ്ങി പോകുമ്പോഴേക്കും നമുക്ക് ഭ്രാന്താവും. അതുകൊണ്ട് ആരെങ്കിലും പോകണ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അൾട്രാ ഡീലക്സ് എന്ന് പറഞ്ഞ ബസ്സിൽ കയറിക്കോളും കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് തിരുവണ്ണാമലയിൽ വന്ന് എത്തിയിട്ടാ. ഇപ്പോൾ സമയം നോക്കുമ്പോൾ ഒരു 10:16 10:17 ഇത് വന്നിട്ട് പുതിയ ബസ് സ്റ്റാൻഡാണ്, തിരുവണ്ണാമലൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഇതിപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. ഇതിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇരുന്ന ബസ് സ്റ്റാൻഡ് വന്നിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് ഇറങ്ങിയിട്ട് വേഗം പോവാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇവിടുന്ന് നമ്മളൊരു ഷെയർ ഓട്ടോ
അങ്ങനെ ഇല്ലെങ്കിൽ മിനി ബസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നടന്നു പോകുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം നടക്കേണ്ട ദൂരമുണ്ട്. അതാണ് ഇപ്പോൾ പ്രശ്നം. സോ ഞാനിപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനുള്ള ഐഡിയക്കാണ്. മിനി ബസ്സൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്ക് പുറപ്പെടാം. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ് പറഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ലേ. ഇറങ്ങിയും കൊണ്ട് ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ മതി അമ്പലത്തേക്ക്. ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് മനുഷ്യനെ പ്രാന്താക്കാൻ. ഈ കാണുന്ന എല്ലാവരും വന്നിട്ട് അമ്പലത്തേക്ക് പോയിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഈ അമ്പലത്തിന് വന്നിട്ട് നേരവും കാലമൊന്നുമില്ല. പക്ഷെ എന്താണ് നമ്മുടെ ഈ നട തുറക്കണതിനും മൂടുന്നതിനൊക്കെ നേരമുണ്ട്. പക്ഷേ ഈ ഗിരിവലത്തിന് നേരവും കാലമൊന്നുമില്ല. ഏത് നേരം വേണമെങ്കിലും ഗിരിവലം നടക്കും. ഗിരിവലം പോയിട്ട് വരുന്ന ആൾക്കാരാണ്. ഈ വരുന്ന ജനം മൊത്തം ഗിരിവലം നടന്നു വരുന്ന ആൾക്കാരാണ്. ഈ റോഡാണ് വന്നിട്ട് തിരുവണ്ണാമല റോഡിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നടന്നു പോയിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്യണം. ലെഫ്റ്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് വെച്ച് പറഞ്ഞാൽ അമ്പലത്തിനോടെ പോകും. ഇപ്പോഴും ജനം പോണ് കണ്ട. ഇപ്പോൾ സമയം എന്താ അറിയോ? കണ്ട 10:37. നേരം വെളുക്കോളം ഏത് നേരവും ഇവിടെ വന്നിട്ട് ഗിരിവലം ചുറ്റാൻ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇതിന് സമയവും കാലമൊന്നുമില്ല. തിരുവണ്ണാമലയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൗർണമിക്കാണ് ഭയങ്കര വിശേഷം. പൗർണമിക്കൊന്നും ഇവിടെ കാല് കുത്താൻ പറ്റില്ല, അത്ര ജനമുണ്ടാകും. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ബുധനാഴ്ച വന്നിരിക്കണേ. ഇപ്പോൾ ഇന്നൊന്നും വലിയ വിശേഷമായിട്ടുള്ള ദിവസങ്ങളല്ല. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. റൂം കിട്ടും, എല്ലാ സ്ഥലത്തിലും റൂമായിരിക്കും. നമുക്ക് എന്താ പറയുക, റോഡിൽ കൂകി വിളിക്കും, വരും പറഞ്ഞിട്ട്. ലഗേജ് വെക്കാനുള്ള സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ തിരുവണ്ണാമലയ്ക്ക് വന്നു വെച്ചാൽ നമ്മൾ അണ്ണാമലയാനെ പോയിട്ട് കാണുകയാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ ഗിരിവലം ചുറ്റാൻ ആരംഭിക്കുകയാണെങ്കിലും ശരി, ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഭൂതനാരായണൻ പറഞ്ഞിട്ട് ഒരു സന്നിധിയുണ്ട്. ആ നാരായണനെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അനുമതി വാങ്ങിയിട്ട് വേണം നമ്മൾ ഉള്ളിൽ പോകാൻ. ഇത് കഴിഞ്ഞ ഉടനെ ഇരട്ടപ്പിള്ളയാർ പറഞ്ഞിട്ടൊരു സന്നിധിയുണ്ട്. അവിടെയും പോയി തൊഴുതിയിട്ട് വേണം നമ്മൾ വന്നിട്ട് ഗിരിവലം ചുറ്റാനോ ഇല്ലെങ്കിൽ വന്നിട്ട് അണ്ണാമലയാനെ കാണാനോ പാടും. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇതാണ് വന്നിട്ട് ഭൂതനാരായണൻ്റെ സന്നിധി. അവിടെ ഉള്ളിൽ സന്നിധിയിൽ ഇരിക്കുന്നവരാണ് ഭൂതനാരായണൻ. ഇവിടെ തൊഴുതിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ. ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ ഭൂതനാരായണൻ്റെ സന്നിധിയിൽ പോയ ശേഷം വന്നിട്ട് ഇരട്ടപ്പിള്ളയാറിനെ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടുന്ന് നമ്മൾ അണ്ണാമലയാനോ അല്ല ഗിരിവലം ചുറ്റാനോ പോകാൻ പാടുള്ളൂ. ഇതാണ് വന്നിട്ട് ഇരട്ടപ്പിള്ളയാറിൻ്റെ അമ്പലം. ഇപ്പോൾ ഇരട്ടപ്പിള്ളയാറിൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതി നമ്മൾ വന്നിട്ട് അണ്ണാമലയാനെ കാണാനുള്ള അനുമതി വാങ്ങി. ഇപ്പോൾ നമ്മൾ കാണാൻ പോണതാണ്. വലിയ ഒരു ഭാഗ്യം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ അയാൾ വിളിക്കാണ്ടൊന്നും ഇത് അത്ര ഭാഗം ഇങ്ങോട്ട് വന്ന് ചേരാനൊന്നും പറ്റില്ല. ഇപ്പോൾ സമയമായ കാരണം കൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഞാൻ അതിൻ്റെ രാജഗോപുരം കാണിച്ചു തരാം. കാണണ്ട ഭഗവാനെ. ഇതാണ് രാജഗോപുരം. സമയമായി അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇതാണ് രാജഗോപുരം. ഇപ്പോഴും ജനങ്ങൾ കണ്ടില്ലേ? ഒരുപാട് ജനങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പുലർച്ചയ്ക്ക് 4 മണിക്കാണ് ഇത് ഓപ്പൺ ആക്കുള്ളൂ. രാജഗോപുരം ഇത് നമ്മൾ നേരിൽ ശരിക്കും പറഞ്ഞാൽ കാണണം. അത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരിതാണ്. ഇല്ല, ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ വരും, രാജഗോപുരം കാണും, തൊഴുതും ഗിരിവലം പോകും. ഇതിന് നേരവും കാലവും ഒന്നുമില്ല. കണ്ടില്ലേ അത്രയും ജനങ്ങൾ.
ഗിരിവലം നടക്കാൻ തുടങ്ങി. തിരുവണ്ണാമലയ്ക്ക് വന്നു എന്ന് വെച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കണ്ടന്റ് തികയില്ല. ഞാൻ ഇനി അവിടെ നിന്ന് വെച്ച് പറഞ്ഞാൽ അതന്നെ എടുത്തുകൊണ്ടിരിക്കും. സോ ഗിരിവലം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് തെക്ക് ഗോപുരം വഴിയായിട്ടാണ് നമ്മൾ ഗിരിവലം പോവുക. മൊത്തം 1 2 3 4 ഗോപുരമുണ്ട്. ഓരോരോ ദിശയ്ക്കുള്ള ഗോപുരങ്ങളുണ്ട്. ഓരോരോ ഗോപുരത്തിനും എന്താ പറയുക, ഹിസ്റ്ററി ഉണ്ട്. സോ എനിക്ക് അറിഞ്ഞ പോലെ എല്ലാം ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. ഇത് വേറെ വശത്തേക്കുള്ള ഒരു ഗോപുരമാണ് കേട്ടോ. ഈ ഗോപുരം വന്നിട്ട് തെക്ക് ഗോപുരം. കണ്ടില്ല, ഇതൊന്ന് രാജഗോപുരത്തിനെക്കാട്ടും കുറച്ച് ചെറുതായിരിക്കും. ഈ തെക്ക് ഗോപുരത്തിൻ്റെ മുൻഭാഗത്ത് തൊട്ട് തുടങ്ങിയിട്ടാണ് ഗിരിവലം സ്റ്റാർട്ടാവുക. ഭാഗത്ത് ഗിരിവലം പോകാനുള്ള റെൻറ്റിൽ ബാറ്ററി ബൈക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 5 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ ഒന്നും കഴിച്ചില്ല. ഫസ്റ്റ് പോയിട്ട് കഴിച്ചിട്ട് അതിനുശേഷം വന്നിട്ട് ഗിരിവലം പോട്ടെ എന്നുവെച്ചാൽ ഇതിന് ശേഷം വന്ന് കഴിച്ചില്ല എന്ന് വെച്ച് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 10-14 കിലോമീറ്റർ നടന്നു വരണം. അപ്പോൾ നമ്മൾ പോയിട്ട് ഫസ്റ്റ് കഴിച്ചിട്ട് അതിനുശേഷം ഗിരിവലം പോവാം. ഹോട്ടലിലാണ് ഇപ്പോൾ കഴിച്ചത്. ഫസ്റ്റത്തെ കാട്ടി ഇപ്പോൾ ഒരുപാട് റേറ്റ്. ഒരു നെയ് റോസ്റ്റ് വന്നിട്ട് 140 റുപ്പീസ്. വയറ് കൊള്ളണില്ല. എല്ലാം വന്നിപ്പോൾ ഈ ഗ്യാസിൻ്റെ കഥയും പറഞ്ഞിട്ടാണ് ഒരുപാട് റേറ്റും കൂട്ടി, ക്വാണ്ടിറ്റിയും കമ്മിയായി. വയറെന്നറിയണ്ട. ഗിരിവലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഓരോരോ ലിംഗവും നമ്മൾ തൊഴുതി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ ഗിരിവലം ചുറ്റാൻ. അതുമാതിരി നിറയെ സിത്തറുകളുടെ ആശ്രമങ്ങളുണ്ട്. അത് കാലത്ത് വന്നാലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. രമണ മഹർഷി, പിന്നെ ശേഷാസ്ത്രി സ്വാമികൾ, പിന്നെ മൂക്കുപ്പൊടി സിത്തർ, പിന്നെ വിസറി സ്വാമികൾ, ഒരുപാട് പേരിൻ്റെ ആശ്രമങ്ങൾ ഇവിടെ ഉണ്ട്. ഗിരിവലം തുടങ്ങിയെന്ന് വെച്ചു പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിംഗം വന്നിട്ട് ഇന്ദിരലിംഗം എന്ന് പറഞ്ഞിട്ടാണ് സന്നിധി തുടങ്ങുക. അപ്പോൾ ഒவ்வொരു ലിംഗമായിട്ട് കുമ്പിട്ട് പോകണം. ഇവിടെ എവിടെയോ ഒരു ബോർഡ് ഉണ്ടായി. ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, ഈ സറൗണ്ടിങ് ആണ്, ഈ യെല്ലോ കളറ് മാർക്കിംഗ് ആണ് നമ്മളിപ്പോൾ നടക്കാൻ പോണത്. മൊത്തം 14 കിലോമീറ്റർ. അപ്പോൾ ഈ ഗിരിവലത്തിൽ 14 കിലോമീറ്ററിൽ എത്രയോ കിലോമീറ്റർ വന്നിട്ട് ഫസ്റ്റൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ട് ഇരുട്ടത്തായിരുന്നു ഈ ഗിരിവലം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വിസിറി സാമിയാർ എന്ന് പറഞ്ഞ ആ സിത്തറാണ് ഒരു വലിയ നടനെ കൊണ്ട് പോയിട്ട് ഏൽപ്പിച്ചു വയ്ക്കാൻ പറഞ്ഞത്. ഇവിടെ അപ്പോൾ ഇരുന്ന് IAS കൊണ്ട്, കലക്ടറിനെ കൊണ്ട്. അപ്പോൾ ആ വലിയ നടൻ വന്നിട്ട് രജനീകാന്തായിരുന്നു. അയാളിട്ട സ്ട്രീറ്റ് ലൈറ്റാണ് ഈ 10-14 കിലോമീറ്ററും ഇരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റും മുഴുവനായിട്ടും രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇട്ട് കൊടുത്തതാണ്. സോ അതൊരു വലിയൊരു കാര്യമാണ്. അത് എങ്ങനെയായാലും നമ്മൾ ഓർമ്മപ്പെടുത്തണം. അത്രയും വലിയൊരു കാര്യമാണ്. അന്നേ ഭയങ്കര ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ചിലവാണ്. അന്നത്തെ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ ഒരു റേറ്റ് നോക്കുമ്പോൾ പല കോടികളായിരിക്കും. ഗിരിവലം ചുറ്റുമ്പോൾ ഒരുപാട് പേര് ചെരുപ്പിടും, പിന്നെ സോക്സ് വിൽക്കുന്നുണ്ട്, കല്ലുകളെ കുത്തും പറഞ്ഞിട്ട് അതിടും. എനിക്ക് ചെരുപ്പിട്ട് നടക്കാനുള്ള ആഗ്രഹമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനായിട്ട് വന്നതാണ്. സോ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് പറ്റിയ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഈ വർഷത്തിന് ഒരു പ്രാവശ്യം വന്നിട്ട് ടൂർമാരെയൊക്കെ അമ്പലങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചേച്ചിമാരും അമ്മമാരൊക്കെ വന്നിട്ട് ചീട്ടിടുമല്ലോ. സോ അതുപോലത്തെ ചീട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഈ തിരുവണ്ണാമലയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൽ ശരിക്കും കാണേണ്ട ഒരു അമ്പലമാണത്. നിങ്ങളിവിടെ വന്നിട്ട് ഏതൊരു രാത്രി ആയാലും നമ്മൾക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് പെടുമോ എന്നൊരു പേടി വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഏത് നേരവും ഇവിടെ ഗിരിവലത്തിൽ
ജനങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഗിരിവലം ചുറ്റുന്ന സമയത്ത് ഒരുപാട് പേര് ഈ സ്നാക്സും പിന്നെ വന്ന് കാതിൽ പാട്ടും ഇതൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതുമാതിരി ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതേ വന്നിട്ട് തെറ്റ് എന്ന് പറയുന്ന ഒരുപാട് സ്വാമിമാരുണ്ട്. ഇത് വന്ന് പലർക്കും പോയി ചേരുന്നുള്ളൊരു സന്തോഷം കൊണ്ട് എടുക്കുകയാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്കായിട്ട്, നമ്മുടെ നാട്ടിലിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഈ വീഡിയോ എടുക്കുകയാണ്. എല്ലാവർക്കും നല്ലത് നടക്കട്ടെ.